പി സി ജോർജിന് ബമ്പർ എന്താണത്? പി സി ജോർജിന് ഈയിടെയായിട്ട് നല്ല സമയമാണെന്ന് തോന്നുന്നു. ഉം. എന്ത് കൊണ്ട് വിടുവായുത്തം പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. മാത്രമല്ല BJP തന്നെ ഇപ്പോൾ വലിയ പദവികൾ കൊടുത്ത് പി സിയെ കൂടെ കൂട്ടാനും പി സി ഒപ്പം നിർത്താനും പി സി ജോർജിനെ ഒപ്പം നിർത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് കുറേ അധികം വർഷം MLA സ്ഥാനമൊക്കെ അലങ്കരിച്ച് പല വിവാദങ്ങളിലും പെട്ട് പിന്നീട് അതിൽ നിന്നൊക്കെ ഈസിയായി ഊരിപ്പോന്ന ഒരാളാണ് പി സി ജോർജ്. പി സി ജോർജ് പറയുന്നതൊക്കെ ഈ മണിയാശാൻ പറയുന്നത് പോലെ അത്രയ്ക്കത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞു. മണിയാശാൻ പലതും പറയുമ്പോൾ നമുക്കൊക്കെ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ആ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞാൽ CPM തന്നെ അതിനെ ലാഘവത്തോടെ കാണും. അതുപോലെയാണ് പി സി പറയുന്ന പല കാര്യങ്ങളും. കാരണം പി സി ജോർജിനെ ഈരാറ്റുപേട്ടയിൽ തോൽപ്പിച്ചത് SDPIക്കാരാണ് എന്നുള്ള വല്ലാത്തൊരു പ്രചരണം കുറെ നാളുകളായി നടക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഈ മുസ്ലിം വിരുദ്ധത പി സി ജോർജ് കുറെ കൂടുതൽ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ തുടങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും പി സി ജോർജിന്റെ അത്തരം പ്രസ്താവനകൾ പലപ്പോഴും പി സി ജോർജ് പിന്തുടരുന്ന അല്ലെങ്കിൽ പി സി ജോർജ് നിലനിൽക്കുന്ന പാർട്ടിയെ കൂടി പലപ്പോഴും ഇത്തരം പി സി ജോർജിന്റെ പ്രസ്താവനകൾ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ ജനുവരി 6-ന് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ പിന്നെ കേസിന് ആസ്പദമായത്. അതായത് മുസ്ലിങ്ങൾ നേരത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു തള്ളിയിരുന്നു എന്നുള്ള വിദ്വേഷപരമായ ഒരു പരാമർശമാണ് അദ്ദേഹം ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയത്. ഇതിനെതിരെ മുസ്ലിമിന്റെ യൂത്ത് ലീഗാണ്, ഈരാറ്റുപേട്ട യൂത്ത് ലീഗാണ് ഇതിനെതിരെ പരാതിയായി രംഗത്തെത്തിയത്. അപ്പോൾ ആ പരാതിയിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം, പി സി ജോർജ് ഇത്തരത്തിൽ വർഗീയത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ട്, ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇത് കേസുമായി മുന്നോട്ട് പോയത്. ആ സമയത്താണ് ബോച്ചയുമായി ബന്ധപ്പെട്ട ഒരു നടിയുടെ പരാതി പുറത്തു വരുന്നത്. അപ്പോൾ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന്റെ പേരിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളുള്ള ഒക്കെ സോഷ്യൽ മീഡിയ ഉയർത്തിയിരുന്നു. പക്ഷെ കോടതി ഇപ്പോൾ പറയുന്നത് പി സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ, അതായത് കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് പി സി ജോർജ് പറയുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതി അത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് ഇപ്പോ പോലീസിന്റെ കടക്കണ്ട. മാത്രമല്ല അദ്ദേഹം ജാമ്യ ഹർജിക്ക് അപേക്ഷിച്ചിരുന്നു. അപ്പൊ ആ ജാമ്യ ഹർജി മാറ്റി വെച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് ജാമ്യ ഹർജി മാറ്റിവെക്കുന്നു, പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് വേണ്ട, അറസ്റ്റ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പി സി ജോർജിനെ സംബന്ധിച്ച് പി സി ജോർജിന്റെ അറസ്റ്റ് ഒരിക്കൽ വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നു സോളാർ കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് പി സി ജോർജിനെ അന്ന് അറസ്റ്റിലേക്ക് നയിച്ചത്. അപ്പോൾ അന്ന് പി സി ജോർജിന് വലിയ രീതിയിലുള്ള പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പി സിക്ക് ജനപിന്തുണ വലിയ രീതിയിൽ കൂടുതലാണ് എന്നുള്ളത്. പി സി ജോർജ് പ്രസംഗിക്കാനെത്തിയാലും ഒക്കെ വലിയ ജനപിന്തുണയാണ്. മാത്രമല്ല പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഷോൺ ജോർജിനെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. മാത്രമല്ല പി സി ജോർജിനെ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് 10 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി പി സി ജോർജിനെയും നീക്കാനുള്ള നീക്കത്തിലാണ്. അതായത് ഇപ്പോൾ അബ്ദുള്ള കുട്ടി ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി കൃത്യമായും മുസ്ലിങ്ങളുടെ കുറച്ചുകൂടി BJPയിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അബ്ദുള്ള കുട്ടി മാറുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യാനികളെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കുക. ഇപ്പോൾ കുറെ മാറ്റങ്ങൾ BJPക്ക് അതിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം ഓക്കെ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം അതായി എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പൊ നേരത്തെ പി ശ്രീകുമാർ സാർ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ BJPക്ക് ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇതിലെങ്കിലും BJP ഇതിലെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും വലിയ തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിൽ BJPയിലെ ഒരാളെങ്കിലും ഈ തിരക്കിനിടയിൽ നിന്നൊക്കെ ഒന്ന് നുഴഞ്ഞു കയറി ഒരു സീറ്റെങ്കിലും പിടിച്ചില്ല എങ്കിൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ട BJP കേരളത്തിൽ വളരും.
അത് ഉറപ്പാണ്. കാരണം അണികൾ ആ രീതിയിൽ, നേതാക്കന്മാരല്ല സീറ്റ് അണികൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അധികാരം BJP വരിക എന്ന് പറയുന്നത് വളരും. പക്ഷെ അധികാരത്തിൽ കേരളത്തിൽ BJP വരുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ നമ്മൾ ഉറപ്പിക്കാനും പറ്റില്ല. പറ്റില്ല, നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അവരുടെ പ്രവർത്തനം വളരെ ഊർജിതമാക്കി അവർ മുന്നോട്ട് പോകണം. മിനിമം ഒരു 5 സീറ്റെങ്കിലും BJP പിടിക്കാതെ ഇനി അവരുടെ ഭാവി ശോഭനമാവില്ല കേരളത്തിൽ എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. BJPയുടെ ഒരു ലാസ്റ്റ് ബസ് തന്നെയാണ് ഇക്കുറി എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു 5 സീറ്റ് ഇല്ലെങ്കിലും 1 സീറ്റെങ്കിലും, ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിനൊക്കെ എവിടെ നിന്നാലും ജനപിന്തുണ ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ ശോഭ പിടിച്ച വോട്ട്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉരുക്ക് വനിത എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. അത്തരത്തിലൊരു നേതൃപാഠവും ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുമുള്ള ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP എന്തുകൊണ്ട് അവർക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിർത്തുന്നില്ല? അവിടെ വ്യക്തി വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മ തർക്കങ്ങളോ ഒക്കെയാണ് നേതാക്കൾ കാണുന്നത്. അതിനപ്പുറം ഇപ്പൊ പാലക്കാട് കൃഷ്ണകുമാറിനെ നിർത്തണ്ട എന്ന് പല ആവർത്തി വന്ന നിർദ്ദേശമാണ്. പക്ഷെ ചിലരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പാലക്കാട് കൃഷ്ണകുമാറിനെ നിർത്തിയത്. ഈ ശ്രീധരൻപിള്ള നിന്നപ്പോൾ വെറും 3000 വോട്ടിന്റെ കുറവ് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് 18,000 വോട്ടോട് കൂടിയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ BJP ഇപ്പോഴും പിറകിലോട്ടാണ് എന്നുള്ളത്. JP നദ്ദ എന്ന് പറയുന്ന ദേശീയ അധ്യക്ഷന്റെ മികവും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അമിത്ഷാ എന്ന ചാണക്യന്റെ തന്ത്രവുമാണ് കേരളത്തിന് പുറത്ത് BJPയെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകം. മഹാരാഷ്ട്ര പോലെയുള്ള ഹിന്ദുത്വ രാഷ്ട്രം പേരുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ശിവസേന വേറുറപ്പിച്ച ഒരു മണ്ണിൽ BJPക്ക് അധികാരം പിടിക്കാൻ പറ്റിയെങ്കിൽ BJP എത്രത്തോളം, BJPയുടെ അണികൾ, RSS ഇവരൊക്കെ എത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളത് മഹാരാഷ്ട്രയൊക്കെ BJP പിടിക്കണമെങ്കിൽ ഇപ്പോൾ ദില്ലിയിൽ BJPയുടെ പല തന്ത്രങ്ങളും അവിടെ പയറ്റി BJP അവിടെ പിടിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ ആ ഒരു കഴിവ് കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇല്ല. അവരെപ്പോഴും വ്യക്തികളെ മാത്രമാണ് നോക്കുന്നത് എന്നുള്ളത്. വ്യക്തികൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും തർക്കവും ഒക്കെ തീർത്തു വരുമ്പോഴേക്ക് കേരളത്തിലെ BJPയുടെ പത്തി താഴ്ന്നിരിക്കും. ഇവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ സന്ദീപ് വാര്യരെ ഇറക്കിക്കൊണ്ട്, അതായത് മുള്ളിനെ മുള്ളു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കനത്ത രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് തൃശ്ശൂരിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ സന്ദീപിലൂടെ തിരിച്ചെടുക്കാമെന്നുള്ള ആലോചന കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2 വട്ടമായിട്ട് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കോൺഗ്രസിന് വീണ്ടും തിരിച്ചു കയറുക, അധികാരം പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനവും സുപ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കുപോക്കുകളും തന്ത്രങ്ങളും അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJP കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ യുവാക്കളുടെ വലിയൊരു നിരയുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായിക്കോട്ടെ, VT ബലറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, സന്ദീപ് വാര്യർ, ഇപ്പോൾ അങ്ങനെ യുവാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ നിര കോൺഗ്രസിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. ഈ ആളുകളൊക്കെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലടക്കം കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം വലിയ രീതിയിൽ കുറവാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് വലിയ രീതിയിൽ രാഹുലിനെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനാക്കാനും ഇഷ്ടപ്പെടുത്തുവാനൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. നിലവിൽ നമ്മൾ പക്ഷേ BJPയിലേക്ക് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ പല നേതാക്കളും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം രീതിയിലുള്ള പോരായ്മകൾ, അടിത്തട്ടിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുന്നു എങ്കിലും അടിത്തട്ടിൽ അണികളെ അണിനിർത്തിക്കൊണ്ടൊരു ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന BJPയുടെ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ള പോരായ്മ അവർക്കിടയിൽ തന്നെ വളരെ തകൃതിയായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പം അത്തരം സ്ഥാനത്തിരിക്കുന്ന ആളുകളെ നീക്കുക എന്നത്, അതായത് അണികൾക്കിടയിൽ തന്നെ ആ ഒരു അവമതിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം അത്തരം നേതാക്കന്മാരെ മാറ്റണോ, പുതിയ ആളുകളെ കൊണ്ടുവരണോ എന്നുള്ള ചർച്ചകളും പല ഭാഗങ്ങളിലായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ BJP നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം
പുതിയ ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നേതാക്കന്മാര് BJP-യിലേക്ക് ഉയർന്നു വരിക എന്നുള്ളത് അവരെ തന്നെ മുൻപന്തിയിൽ എത്തിക്കുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പൊ ഈ ലാസ്റ്റ് ബസ് ആവാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരം നേതാക്കളെ മാറ്റേണ്ട ആവശ്യമില്ല. അവർ തന്നെ കൃത്യമായ രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്തി തുടർന്ന് തന്നെ പ്രവർത്തിച്ചാലും അത് വലിയ രീതിയിലുള്ളൊരു നഷ്ടങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഗുണകരമായ BJP-ക്ക് കഴിയുമെന്നുള്ളതാണ്.